കർത്താവായ യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന തിരുവചന ഭാഗം 35-ാമത്തെ സങ്കീർത്തനമാണ്. 35-ാമത്തെ സങ്കീർത്തനം 28-ാമത്തെ തിരുവചനത്തെ ഓർത്ത്, 35-ാം സങ്കീർത്തനം 28-ാം തിരുവചനത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. നീ അനുനിമിഷം അനുദിനം ചെയ്യേണ്ട വലിയ ഒരു ശുശ്രൂഷയെക്കുറിച്ച്, നീ നമ്മൾ ചെയ്യേണ്ട ഒരു പുതിയ ശൈലിയെക്കുറിച്ച് ഈ 35-ാം സങ്കീർത്തനം 28-ാം വചനം വഴി നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യത്തെക്കുറിച്ച്, ഈ വൈദികനായി ഞാൻ നിങ്ങൾ ചെയ്യേണ്ട വലിയ ഒരു പ്രവൃത്തിയെക്കുറിച്ച് തിരുവചനം ഇപ്രകാരമാണ് പറയുക. നീ 35-ാം സങ്കീർത്തനം എത്രാം വചനമാണ്? നീ 28-ാം വചനമാണ്. ഈ വചനവും ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ മനസ്സിലേക്കൊന്ന് പതിയാൻ ഒന്ന് കരമുയർത്തി പറഞ്ഞേ, വചനാഭിഷേകം കിട്ടാൻ വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും ഘോഷിക്കും. നീ സങ്കീർത്തകൻ ഇപ്രകാരമാണ് പറയുക, ദൈവമേ എൻ്റെ നാവ് ഉണ്ടല്ലോ, നീ എൻ്റെ നാവ്, ഈ നാവ് കൊണ്ട് എന്ത് ചെയ്യും എന്നാണ് സങ്കീർത്തകൻ പറയുക. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്തുതിയും ഞാൻ എന്ത് ചെയ്യും? ഘോഷിക്കും. ഈ 35-ാം സങ്കീർത്തനം 28-ാം വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരമുയർത്തി പറയാമോ? ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തോട് ഘോഷിക്കേണ്ടത്, നമ്മൾ ഈ കുടുംബത്തിൽ നമ്മൾ ഘോഷിക്കേണ്ടത്, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് നമ്മൾ പ്രഘോഷിക്കേണ്ടത് അല്ലെങ്കിൽ ഘോഷിക്കേണ്ടത്, പറയേണ്ടത്, വിളിച്ചു പറയേണ്ടത് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഈ ദൈവമാരാണ്, നീതിമാനായ ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് നീ അനേക ദൈവമക്കളുടെ മുമ്പിൽ, നീ ഇതുവരെയും ദൈവത്തെ അറിഞ്ഞവരെയും അറിയാത്തവരുടെ മുമ്പിൽ ഈ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ഘോഷിക്കേണ്ട, വിളിച്ചു പറയേണ്ട വ്യക്തികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഈ 2-ാമത് വചനം പറയും, നമ്മൾ ദൈവത്തിൻ്റെ സ്തുതി, ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ഏതുകൊണ്ടാണ് സ്തുതിക്കേണ്ടത്? നാവ് കൊണ്ടാണ്. ഈ ദൈവത്തെ പ്രഘോഷിക്കാൻ സാധിക്കണമെങ്കിൽ, നീ ഒരു വ്യക്തിക്ക് ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ സാധിക്കണമെങ്കിൽ നീ ആ വ്യക്തിക്ക് നാവ് ആവശ്യമാണ്. നമ്മൾ ഈ നാവിനെ ഒന്ന് കാഴ്ചവെച്ച് ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഈ നാവ് ദൈവം നൽകിയിരിക്കുന്നത് നീ 2 ദൈവികമായ ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഒന്നാമതായി നാവ് ദൈവം നൽകിയിരിക്കുക ഈ നാവ് കൊണ്ട് ദൈവനീതിയെക്കുറിച്ച് പറയാൻ, അത് പ്രഘോഷിക്കാനുള്ള അഭിഷേകം കിട്ടാൻ വേണ്ടി. ഹല്ലേലൂയ. നീ 2-ാമതായി നാവ് കൊണ്ട് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? സ്തുതിക്കണം. പറഞ്ഞ് എന്ത് ചെയ്യണം? സ്തുതിക്കണം. ഇന്ന് അനേകം ദൈവമക്കൾക്ക് ഈ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല കേട്ടോ. എന്നാൽ അനേകം മക്കൾക്ക്, നീ അനേകം വ്യക്തി കുടുംബങ്ങൾക്ക്, നീ അനേകം ദേശം, അനേകം സമൂഹത്തിന് ഈ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനോ ദൈവനീതി ഘോഷിക്കാനോ പലപ്പോഴും സാധിക്കുന്നില്ല. നീ വചനം വീണ്ടും പറയുന്നു, ദൈവമേ എൻ്റെ നാവ് എന്തിനു വേണ്ടിയുള്ള നാവാണ്? ദൈവസ്തുതി ആലപിക്കാനുള്ള നാവാണ്. നീ എൻ്റെ ഇന്നൊക്കെ ദൈവനാവ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ ഈ നാവ് കൊണ്ട് ഈ ദൈവത്തിൻ്റെ നീതി ഘോഷിക്കുന്നവരാണോ? ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണോ ഈ നാവ് കൊണ്ട്? നീ സ്വയം ഒന്ന് ചിന്തിക്കണം കേട്ടോ. നീ 51-ാമത്തെ സങ്കീർത്തനം 15-ാമത്തെ വചനത്തെ ഓർത്ത് ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ 51-ാം സങ്കീർത്തനം 15-ാം വചനം പറയുക, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നോടൊപ്പം ആ വചനം ഏറ്റു പറയാമോ? കർത്താവേ, സ്വരമുയർത്താമോ? കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. വലുതുകരം ഹൃദയത്തോട് ചേർത്ത് 51-15 സങ്കീർത്തനം ഏറ്റു പറയാമോ? കർത്താവേ, സ്വരം പോലെ കർത്താവേ, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. ഈ വലുതുകരം ഉയർത്തിയ വചനം ഏറ്റു പറയാമോ? കർത്താവേ, കർത്താവേ എൻ്റെ അധരങ്ങളെ തുറക്കണമേ. വലുതുകരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എന്ന് ഈ തുറക്കണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നീ ഈ അധരം ഇതുവരെയും തുറന്നിട്ടില്ല കേട്ടോ. ഈ അധരം ഇതുവരെയും നമ്മൾ തുറക്കാതെ നീ ഒരു വാതിൽ തുറക്കുക എന്ന് പറയുമ്പോൾ, നീ തുറന്നു കിടക്കുന്നൊരു വാതിലല്ല തുറക്കുക എന്ന് പറയുക.
നീ അടച്ചിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ താങ്കൾ കൊണ്ട് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു വാതിലാണ്, നീ ആ വാതിൽ തുറക്കാമോ എന്ന് നമ്മൾ പറയുക. അപ്പോൾ നീ ദൈവത്തിൻ്റെ വചനം പറയുക, കർത്താവേ എൻ്റെ അതിരം തുറക്കണമേ. ആ വാക്കൊന്ന് പറഞ്ഞേ, നീ എൻ്റെ അതിരം കർത്താവെ തുറക്കണമേ എന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ നിൽക്കുന്ന വൈദികനായി ഞാൻ നിങ്ങൾ ഈ ദൈവം നൽകിയ ഈ നാവിനെ, ഈ അതിരത്തെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളിത് പൂട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ അതിരം തുറക്കുന്നില്ല കേട്ടോ. എന്തിനു വേണ്ടി അടഞ്ഞിരിക്കുന്ന, നീ ഇതുവരെയും തുറക്കാൻ മനസ്സില്ലാതെ നീ ഇതുവരെയും അടച്ചു വച്ചിരിക്കുന്ന ഈ അതിരങ്ങളെ കർത്താവെ ഒന്ന് തുറക്കണമേ എന്ന് വചനം പറയുക. ഈ അതിരം ദൈവം തുറന്നു തരാൻ വേണ്ടി പ്രിയമുള്ളവരെ വചനം ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ നീ അതിന് ഉലക്ഷ്യമുണ്ട് കേട്ടോ. നന്ദിയുടെ കരമയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇതുവരെയും അതിരം തുറക്കാത്ത വ്യക്തിയാണെങ്കിൽ, നീ അതിരത്തിനൊരു പൂട്ട് വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദേവാലയത്തിൽ ബലിയർപ്പിക്കുമ്പോൾ, നീ നമ്മുടെ കുടുംബത്തിൽ ജപമാല ചെല്ലുമ്പോൾ ഇതുവരെയും അതിരം തുറന്ന് സ്വരമയ്യത്തി പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ, ഈ 51-ാം സങ്കീർത്തനം 15-ാം വചനം വെച്ച് പ്രാർത്ഥിക്കണമേ, കർത്താവേ എൻ്റെ അതിരത്തെ നീ എന്ത് ചെയ്യണം? തുറക്കണം. ആ വാക്കെന്ന് പറഞ്ഞ് ദൈവമേ എന്ത് ചെയ്യണം? ഏതിനെ തുറക്കണം? അതിരങ്ങളെ കർത്താവ് തുറക്കണം കേട്ടോ. ഈ അതിരങ്ങളെ കർത്താവ് തുറന്നാൽ മാത്രമാണ് ഈ അതിരങ്ങൾ ഒരു അനുഗ്രഹമായി മാറുകയുള്ളൂ. വിശ്വസിക്കുന്ന ഒരു കരമയ്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടിയാണ് വചനം? ഈ അതിരങ്ങളെ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് ശ്രദ്ധിക്കണേ. ഈ 51-ാം സങ്കീർത്തനം 15-ാം വചനത്തിന്റെ 2-ാം ഭാഗത്തെ ഓർത്ത് നന്ദിയുടെ കരമയ്യത്തിൽ പറയാമോ ഹല്ലേലൂയ. ഈ തിരുവചനം ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ പ്രത്യേകമായ ഒരു കാരണമുണ്ട് കേട്ടോ. നീ ആ കാരണമാണ് അടുത്തതായിട്ട് പറയുക. എന്തിന് ഈ അതിരം തുറക്കേണ്ടത്? ഈ അതിരം തുറന്നു കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ നാവ്. ആ വാക്കൊന്ന് പറയാമോ? സ്വരമീയത്തിൽ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നീ നാവ് ഉപയോഗിച്ചെന്ന് പറഞ്ഞേ. നീ എൻ്റെ നാവ്, ഈ നിൽക്കുന്ന എൻ്റെ നിങ്ങളുടെ നാവ്, നീ നാവ് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? അങ്ങയുടെ സ്തുതികൾ ആലപിക്കേണ്ട നാവ്. ഒന്ന് കൈയടിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ. നല്ല ഒരു കൈയടി കേൾക്കാനോ. ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയുള്ള നാവാണ് കേട്ടോ. ഈ നാവ് ദൈവം നൽകിയിരിക്കുന്നത്, ഈ സ്വരം ദൈവം നൽകിയിരിക്കുന്നത്, ഈ സംസാരശേഷി ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാൻ, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരമയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇതുവരെയും നാവ് തുറക്കാതെ, ഇതുവരെയും അതിരം തുറക്കാതെ ഈ അതിരത്തിന് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നീ ഒന്ന് ഉള്ളു തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ, ദൈവമേ സ്തുതി എന്ന് പറയാൻ, നീ ഒന്ന് ഹല്ലേലൂയ എന്ന് പറയാൻ, നീ ഒന്ന് കൈയടിച്ച ദൈവമേ എന്ന് സ്തുതിക്കാനൊക്കെ ഈ എനിക്ക് നിങ്ങൾക്ക് സാധിക്കാതെ അനവധി വർഷങ്ങളായിട്ട് തെറ്റായ ചില ബോധ്യങ്ങൾ മൂലം ഈ അതിരം പൂട്ടി വെച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങളുമെങ്കിൽ, നീ 51-ാം സങ്കീർത്തനം 15-ാം വചനം പറയാ, കർത്താവേ എൻ്റെ അതിരങ്ങളെ അവിടെ നിന്ന് ചെയ്യണം, ഒന്ന് തുറക്കണം കേട്ടോ. നന്ദിയുടെ കരമയ്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ അതിരം ദൈവം തുറന്നു തന്നാൽ ഈ നാവ് ആ സമയം എന്ത് ചെയ്യുക? ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കും. ആ വാക്കൊന്നും ദൈവത്തിന്റെ ഈ നാവ് എന്തിനു വേണ്ടി കർത്താവ് നൽകിയിരിക്കുക? ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാൻ. ആ വാക്കൊന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഈ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാലാണ് കേട്ടോ ഈ ജീവിതത്തിലെ ബന്ധനങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുകയുള്ളൂ. ഹല്ലേലൂയ. നീ അതിരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, ഒരു കുടുംബം, ഒരു വ്യക്തിയിലേക്ക് വളരെ വേഗം ദൈവം കടന്നു വരും. പ്രിയമുള്ളൊരു കുടുംബം, നീ അവര് PR കിട്ടി, നീ കാനഡയ്ക്കൊന്ന് പോകാൻ വേണ്ടി ശ്രമം ആരംഭിച്ചിട്ട് 2, 3, 4, 5, 6 വർഷമല്ല. താമ്പൂരി വന്ന് ഇവിടെ വന്ന രാത്രി സഭയ്ക്ക് ധ്യാനം കൂടുമ്പോൾ നീ കുടുംബം PR കിട്ടി, നീ വിദേശ രാജ്യത്തേക്കൊന്ന് പോകാൻ വേണ്ടി ഒരുക്കം ആരംഭിച്ചിട്ട്, നീ അതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു കേട്ടോ. നീ ജീവിതത്തിൽ നല്ലൊരു ആയുസ്, വലിയ മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നീ 4-1 പ്രിയമുള്ളവരെ, നീ ഒരു രാജ്യത്ത് PR കെട്ടിപ്പോകാൻ വേണ്ടി നീ കാത്തിരിപ്പിൻ്റെ വർഷങ്ങളായിട്ട് മാറി കേട്ടോ. ഇങ്ങനെ ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നീ അനേകം നാളുകൾ, വർഷങ്ങളായി, കാലങ്ങളായി കാത്തിരിക്കുന്ന വ്യക്തി കുടുംബങ്ങളെ ഒന്ന് കാണിച്ചു വെച്ച് കരമയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. നീ ഒരു വീട് പണിയാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. വീട് പണിയാനുള്ള സമ്പത്തെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് കഴിഞ്ഞ് 2, 3, 4, 5 വർഷമായി ഈ വീട് പണി മാത്രം ഒന്ന് ആരംഭിക്കുന്നില്ല. നീ ഇന്ന് ആരംഭിച്ചാൽ മതി കേട്ടോ. നീ അതിനു വേണ്ടി തുടക്കം കുറിക്കാൻ സാധിക്കാതെ, നീ പഠിക്കാൻ വേണ്ടി എല്ലാം ക്രമീകരിച്ചു,
നീ ഒരു കോഴ്സും ചേരാൻ, നീ ഏത് കോഴ്സും ചേരണം, നീ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. കരമേയത്തിപ്പെടുന്നതിന് വേണ്ടി പറഞ്ഞേ ഹല്ലേലൂയ. നീ വിവാഹാലോചന ആരംഭിച്ചു കേട്ടോ. നീ 1-2 ആലോചനകൾ വന്നു. നീ ഏത് ആലോചന സ്വീകരിക്കണം, നീ ഏത് വേണ്ട എന്ന് വെക്കണം, നീ ഈ മേഖലയിൽ തള്ളി അനേകം മാസങ്ങൾ വർഷങ്ങൾ കളയുന്ന ചില ജീവിതങ്ങളുണ്ട് കേട്ടോ. ഒരു വിടുതലിന് വേണ്ടി കരമേയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചില മേഖലകളിൽ നീ അനുഗ്രഹം കടന്നു വരാൻ വേണ്ടി അനേകം നാളുകൾ വർഷങ്ങൾ ഇതുമൂലം കാത്തിരിക്കുന്ന വ്യക്തി കുടുംബങ്ങളെ കാഴ്ചവെച്ച് വിടുതലിന് വേണ്ടി കരമേയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം 20 വർഷം എന്ന് പറയുമ്പോൾ ചിന്തിച്ച് നോക്കിയാ അതിൻ്റെ ദൈർഘ്യം എന്ന് മാത്രമാണ്. ഈ തടസ്സത്തിന് ദൈർഘ്യം എന്ന് മാത്രമാണ്. ഇന്ന് ഈ 20 വർഷമായ ഈ PR കൂടി ആ വിദേശ രാജ്യം കാനഡയ്ക്ക് പോകാനുള്ള ഈ തടസ്സം 20 വർഷം കഴിഞ്ഞിട്ടും നീ ആ തടസ്സം മാറാവുന്നപ്പോഴാണ് ഈ ദാബോറി വന്ന ആന്തരിക സൗഖ്യ ധ്യാനം ആ കുടുംബം മുഴുവനും കൂടുക. പ്രിയമുള്ള സമയം ദൈവത്തിന് ആത്മ നൽകുന്ന ദൈവികമായ സന്ദേശം ഇതായിരുന്നു: നീ 30 മാസത്തിനുള്ളിൽ PR കൂടി ആ രാജ്യത്തേക്ക് കാനഡയ്ക്ക് പോകാൻ സാധിക്കും കേട്ടോ. അതായത് 20 വർഷം കഴിഞ്ഞ തടസ്സമാണ്. ഇന്ന് ഈ നിയോഗിച്ച തമ്പുരാനുവിൽ വന്നിരുന്നപ്പോൾ, ഈ വചനമൊന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, നീ ആ നാവ് തുറന്ന് ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിച്ചു കഴിഞ്ഞപ്പോൾ 20 വർഷമായി അനുഭവിക്കുന്ന തടസ്സത്തെ ഒരു 30 മാസമായിട്ട് കർത്താവ് ചുരുക്കി കൊടുക്കുകയാണ്. വിടുതലിന് വേണ്ടി കരമേയത്തി പറഞ്ഞേ ഹല്ലേലൂയ. നീ അതിനു വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സന്ദേശം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായ, നീ ശാരീരിക, മാനസിക, ഭൗതികമായ തടസ്സങ്ങൾ, രോഗങ്ങൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, ബന്ധനങ്ങൾ, ഇതെല്ലാം വളരെ വേഗം നീ ധ്യാനം കൂടുമ്പോൾ, നീ ഒരു ഏകദിന ശുശ്രൂഷ കൂടുമ്പോൾ, പ്രത്യേകിച്ച് താമസ ധ്യാനം കൂടുമ്പോൾ വളരെ വേഗം നമ്മിൽ നിന്ന് മാറിപ്പോകാൻ കാരണം ഈ ധ്യാന ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? അന്തരത്തിൻ്റെ കെട്ടുകൾ അഴിയുക. കരമേയത്തി സ്വരമേയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 51 സങ്കീർത്തനം 15 വചനം പറയുന്ന പോലെ തമ്പുരാന് ഇരുന്ന് കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ അന്തരത്തിൻ്റെ ബന്ധനങ്ങളെ കർത്താവ് തുറന്നു കൊടുക്കും കേട്ടോ. ഹല്ലേലൂയ. ഈ ലോകത്തോട് വ്യാപരിക്കുമ്പോൾ ദൈവമേ എന്ന് ചിന്ത പോലും ഇല്ലാത്ത മകനും മകളൊക്കെ നമ്മൾ ഈ താപോലിവൻ ധ്യാനം തുടങ്ങി. നീ ആദ്യ ദിവസം തന്നെ ലോകത്തിനായി ചെന്ന് മാറി ദൈവവിചാരം കടന്നു വരുന്ന കാണാറുണ്ട്. നന്ദിയുടെ കരമേയത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഇതുവരെ ദൈവത്തെ സ്തുതിക്കാത്ത സമൂഹം, ഇതുവരെ ദൈവത്തെ ആരാധിക്കാത്ത വ്യക്തി, ഈ ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിക്കുന്ന ഈ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ, ദൈവസ്തുതി ഉയർത്തി കഴിയുമ്പോൾ ഈ തടസ്സങ്ങളിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. ഈ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക, ഈ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുക, സ്തുതിക്കുന്ന വ്യക്തിയിലേക്ക് സ്വർഗം തുറന്നു കിട്ടും കേട്ടോ. വിശ്വസിക്കുന്നൊരു കരമേയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു പ്രാർത്ഥന രീതിയാണ് ഏത്? സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. നമ്മളിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നോക്കിക്കേ. യേശുവേ യേശുവേ എന്ന് സ്തുതിച്ച് നോക്കിക്കേ. വളരെ വേഗം അഭിഷേകം, നീ വളരെ വേഗം തടസ്സങ്ങൾ മാറുക, വളരെ വേഗം ബന്ധനങ്ങൾ തകരുന്ന ഒരു വിടുതൽ കർത്താവ് തരും കേട്ടോ. വിശ്വസിച്ച് കരമേയത്തി സ്വരമേയത്തി പറഞ്ഞേ ഹല്ലേലൂയ. ആ സമയം ദൈവാത്മ നൽകിയ സന്ദേശമായിരുന്നു 20 വർഷത്തിലധികമായി തടസ്സം ഈ ധ്യാനം കഴിഞ്ഞ് 30 മാസത്തുള്ളിൽ പരിഹരിക്കും കേട്ടോ. നമ്മൾ ധ്യാനം കഴിഞ്ഞ് മടങ്ങി. എന്നാൽ അതിരത്തിൻ്റെ കെട്ടുകൾ കർത്താവ് തുറന്നു കൊടുത്തുകൊണ്ട് ഈ ധ്യാനം കഴിഞ്ഞും നാമം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ആ വാക്കെന്ന് പറഞ്ഞ ദൈവത്തെ സ്വരമേയത്തി പറഞ്ഞ ദൈവത്തെ ഈ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു കേട്ടോ. നീ ആ ധ്യാനം കഴിഞ്ഞ് 24ാമത്തെ ദിവസം ഈ 20 വർഷത്തിലധികമായി PR കിട്ടാത്ത കുടുംബത്തിന് PR കിട്ടി നീ ആ കാനഡയ്ക്ക് പോകാൻ സാധിക്കുക. ഒന്നും കരം പഠിച്ച ദൈവത്തിന് മാത്രം കൊടുത്തേ. നല്ല ഒരു കരഘോഷം. ഈ നിൽക്കുന്ന വൈദികനായ ഞാനും നിങ്ങളും, ഈ നിൽക്കുന്ന നിങ്ങളും അന്ന് നിങ്ങളുടെ നാവ് ഉപയോഗിച്ച് ദൈവത്തെ എന്ത് ചെയ്യേണ്ടവരാണ്? പറഞ്ഞ് എന്ത് ചെയ്യേണ്ടവരാണ്? സ്തുതിക്കേണ്ടവരാണ് കേട്ടോ. എന്നാൽ അനേക കാര്യങ്ങൾക്ക് ഈ അതിരം തുറന്ന് ദൈവമേ എന്ന് സ്തുതിക്കാൻ സാധിക്കുന്നില്ല. ഈ നാവ് ദൈവം നൽകിയിരിക്കുന്നത് ദൈവസ്തുതി ആലപിക്കാൻ. ഒരിക്കൽ കൂടി വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നും ചില ജീവിതങ്ങൾക്ക്, നീ ചില വ്യക്തികൾക്ക് അതിരം തുറന്നു കിട്ടുന്നില്ല. നീ അതിലൊരു പൂട്ടി വെച്ചിരിക്കുക. നീ അതിരം തുറന്നു കിട്ടുന്നില്ല. ഈ അതിരം തുറന്ന് ദൈവമേ യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ കാരണത്തിലേക്കാണ് ഈ ശുശ്രൂഷ കടന്നു ചെല്ലുക. ഹല്ലേലൂയ. ഇതിന് കാരണം അറിയണമെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം നമ്മൾ വായിക്കണം. ഈ അതിരം തുറന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ ഞാനും നിങ്ങളും ഈ അതിരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് വചനം പറയുമ്പോൾ, അനേകർക്ക് സാധിക്കുന്നില്ല എന്ന് വചനം പറയുമ്പോൾ, നീ അതിന് കാരണമായിട്ട് വചനം യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം
ഈ രണ്ടാം വചനത്തെ ഓർത്ത് കരമേതെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് ഈ യാക്കോബ് 3:2 വചനം പറയുക, നാം എല്ലാവരും. ആ വാക്കൊന്ന് പറയാമോ? സ്വരമയത്തി പറയാമോ? ഒന്ന് വലതുകര മയത്തി പറയാമോ? നാം എല്ലാവരും. അതായത് എനിക്ക് ഞാൻ നിങ്ങൾ നമ്മളെല്ലാവരും, നാം എല്ലാവരും പല വിധത്തിൽ എന്ത് ചെയ്യുന്നു? തെറ്റ് ചെയ്യുന്നു. അനേകം തെറ്റുകൾ, കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. അനേക പാപകരമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട് കേട്ടോ. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി വന്നു പോയ അനിവധിയായ പലവിധ തെറ്റുകളെ ഒന്ന് കാഴ്ചവെച്ച് കരവയത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനം എന്താണ് പറയുന്നത്? നാം എല്ലാവരും മക്കളെ പല വിധത്തിൽ പാപം ചെയ്യുന്നു. പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. ചിലര് മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക, ചിലർ ജടികമായി തിരുമീൻ അകപ്പെട്ട് കഴിയുക, ചിലര് കൊലപാതകമായി വെറുപ്പ്, വിദ്വേഷം, ചില വ്യക്തികൾ പ്രതികാരം കൊണ്ട് ജീവിക്കുക, ചില വ്യക്തികൾ മദ്യപാന തിന്മയാകാം, ചില വ്യക്തികൾ നുണ പറയുന്ന പാപമാകാം, ചില വ്യക്തികൾ അലസത്തിന്റെ പാപം. ഇങ്ങനെ നമ്മളിലുള്ള അനേക പാപ മേഖലയിലേക്ക് ഈശോ വരാൻ കരമയ്യെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കണേ, സംസാരത്തിൽ. ആ വാക്കത്ത് പറയാമോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വരമയ്യത്തി പറഞ്ഞേ, ഒന്ന് കരമയ്യത്തി പറഞ്ഞേ. സംസാരത്തിൽ ശ്രദ്ധിക്കണേ. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും ആരാണ്? പൂർണ്ണനാണ് കേട്ടോ. വ്യക്തിയെ പൂർണ്ണതയുള്ള വ്യക്തി എന്ന് വിളിക്കാം. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവന് പൂർണ്ണതയുള്ള വ്യക്തിയാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. ചില വ്യക്തികൾക്ക്, ചില കുടുംബങ്ങൾക്ക് ഈ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കാതെ വരാൻ കാരണം നാവിലുണ്ടാകുന്ന പാപമേഖലയാണ് കേട്ടോ. നിസ്സാരമായി പാപമായി നാവിൻ്റെ പാപത്തെ നമ്മൾ എടുക്കരുത്. ആദ്യമേ ദൈവം വിശുദ്ധീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ഒന്ന് കരവയ്യത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനേക ജീവിതങ്ങൾക്ക് ദൈവം കൃപ നൽകിയിട്ട് അനേകരെ കണ്ണുനീരോട് പറയാറുണ്ട്, അച്ഛൻ ഞാനും കൂടി വലിയ അഭിഷേകത്തിൽ ജീവിച്ചതാണ്, എന്നാലും നാളെ കഴിഞ്ഞതേ അഭിഷേകം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ദൈവം നൽകുന്ന അഭിഷേകം നഷ്ടപ്പെട്ടു പോകാനുള്ള അഭിഷേകമല്ല. വിശ്വസിക്കുന്ന ഒരു കരവയ്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ അഭിഷേകവും ഈ അനുഗ്രഹവും ദൈവം തരുന്ന അനേകം കൃപകളും ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഏക കാരണമായി വചനം പറയുക സംസാരത്തിൽ വരുന്ന തെറ്റുകളാണ് കേട്ടോ. നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്, ദൈവനീതി പ്രഘോഷിക്കേണ്ടതാണ്. ഇതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടി ദൈവം നമുക്ക് നാവ് നൽകിയിരിക്കുക. നിൽക്കുന്ന നിങ്ങൾക്ക് ഈ നാവ് നന്മയ്ക്ക് വേണ്ടി ദൈവനീതി പ്രഘോഷിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അനേകർ ഈ നാവിൻ്റെ ശക്തി അറിയുന്നില്ല കേട്ടോ. ഈ നാവിനെ കർത്താവ് നൽകിയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് സ്തുതി ആലപിക്കാൻ. വിശുദ്ധിക്കുന്ന ഒരു കരവയ്യത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ദൈവനീതി പ്രഘോഷിക്കാതെ ഈ നാവ് പലവിധ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ പലവിധ തിന്മയ്ക്ക് വേണ്ടി നാവിനെ ഉപയോഗിക്കുമ്പോൾ വചനം പറയുക, തെറ്റുവരുത്താത്ത, സംസാരത്തിൽ പാപം ചെയ്യാത്ത ഏവനും പൂർണ്ണനായൊരു വ്യക്തി. അപ്പം ജീവിതത്തെ മുഴുവനും അപൂർണമാക്കി മാറ്റുന്ന ഏക പാപത്തെക്കുറിച്ച് വചനം പറയുന്നത് ഈ സംസാരത്തിൽ വരുന്ന പാപമാണ് കേട്ടോ. നമുക്ക് ഏതെല്ലാം വിശുദ്ധിയുണ്ടെങ്കിലും, ഏതെല്ലാം അഭിഷേകമുണ്ടെങ്കിലും, ഈ നാവിനെ നമ്മൾ ദുരുപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ നാവ് വഴി നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ, ഈ നാവ് ഉപയോഗിച്ച് നുണ പറയുക, കിംവദന്തി പറയുക, പരദോഷം പറയുക, ഇല്ലാ കഥകൾ മെനയുക, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തിരുവചനം പറയുന്ന ഇപ്രകാരമാണ് മക്കളെ, സംസാരത്തിൽ നീ തെറ്റുവരുത്തി പൂർണ്ണനായ വ്യക്തിയല്ല കേട്ടോ. സംസാരം തെറ്റ് വരുത്താതിരുന്നാൽ നീ ആരായി മാറും? നിന്റെ ശരീരത്തെ മുഴുവൻ നിനക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വലിയൊരു കൃപയാണ് കർത്താവ് തരിക. ദൈവത്തെ സ്തുതിക്കേണ്ട നാവിനെ കുറിച്ച് വചനം പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വചനം പറയും. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വചനം വചനം ഇപ്രകാരമാണ് പറയുക, നാവ് തീയാണ്. തീയുടെ ഈ നാവ് തീയാണ് എന്ന് വചനം പറയുമ്പോൾ ഈ തീയുടെ പ്രത്യേകത എന്താ? ആരെങ്കിലും ഒന്ന് പറഞ്ഞ എന്താ തീയുടെ പ്രത്യേകത? അതിന് ഒരു നിമിഷം മതി കേട്ടോ കത്തി ചാമ്പലാക്കാൻ. എന്തുമാത്രം ബൃഹത്തായതാണെങ്കിലും, എത്രമാത്രം വിപുലമായി പണിത് ഉയർത്തിയതാണെങ്കിലും, എത്രമാത്രം ബലിഷ്ഠമാണെങ്കിലും അഗ്നിക്ക് തീക്ക് ഒരു നിമിഷം മതി അതെല്ലാം നിശേഷം നശിപ്പിക്കാൻ. ഇത് ചാരമാക്കി മാറ്റുക. ഇതുപോലെ നാവ് ഒരു തീയാണ്. ഈ നാവ് ഒരു തീയാണ് എന്ന് വചനം പറയുമ്പോൾ ഇതെല്ലാത്തിനെയും നശിപ്പിക്കുന്ന തീയാണ് കേട്ടോ. അതുകൊണ്ട് വചനം വീണ്ടും പറയുകയാണ്, അത്
ദുഷ്ടതയുടെ അദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നീ അത് കഴിഞ്ഞ് വചനം പറയുകയാണ്, നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെ എന്താക്കി മാറ്റുന്നു? മലിനമാക്കുന്നു. ആ വചനം എന്ന് പറഞ്ഞ് എന്താക്കുന്നു? സ്വരമീയത്തിൽ പറഞ്ഞ് എന്താക്കുന്നു? സാധാരണ നമ്മൾ കുട്ടികളൊക്കെ തീ കൊണ്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ചില തിരിയൊക്കെ കത്തിച്ച് കുട്ടികൾക്ക് തീ എന്ന് പറയുമ്പോൾ ഒരു ഹരമാണ് എന്ന് പറഞ്ഞ് എന്താ ഹരമായി മാറി അതിൻ്റെ നിറം അതിൻ്റെ ചൂടതൊക്കെ കുട്ടികൾക്ക് ആകർഷണം വരും. അപ്പോൾ ഈ നാവ് തീയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികൾ തീ ഉപയോഗിച്ച് കളിക്കുമ്പോൾ മൂന്ന് തീ എടുക്കല്ലേ, അത് അപകടമാണ് എന്ന് മാതാപിതാക്കൾ പറയാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇതുപോലെ നാവ് തീയാണ് തിരിച്ചറിയണം കേട്ടോ. ഈ നാവ് ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ജീവിതപങ്കാളിയെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സഹോദരങ്ങളെക്കുറിച്ച്, അയൽക്കാരെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, അധികാരികളെക്കുറിച്ച്, നമ്മുടെ കൂട്ടുപിറപ്പിനെക്കുറിച്ച്, ആരെക്കുറിച്ച് ഒരു കുറ്റമോ ഒരു പരദൂഷണമോ ഒരു വിമർശനമോ ഈ നാവിൽ നിന്ന് വരരുതേ. അതിനുവേണ്ടി എല്ലാ കർത്താവ് നാവ് തന്നിരിക്കുക. നിയമന് നാവിൻ്റെ എൻ്റെ സംസാരത്തിലൂടെ ഞാൻ നശിപ്പിച്ച ജീവിതങ്ങളുണ്ടോ? ഞാൻ അവസാനിപ്പിച്ച ജീവിതങ്ങളുണ്ടോ? ചില വ്യക്തികളൊക്കെ ആത്മഹത്യക്കുറിപ്പിൽ ചില വ്യക്തികൾ എഴുതി വയ്ക്കുന്നില്ലേ, അവരെ എന്നെക്കുറിച്ച് ആ ദൂഷണം പറഞ്ഞതുകൊണ്ട്, അവരെ എന്നെക്കുറിച്ച് ഇന്നത് പറഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. എത്രയോ പേരെ കണ്ണുനീര് കാണാറുണ്ടെന്നറിയാം. നമ്മളിങ്ങനെ അസ്വസ്ഥതകളുടെ ബന്ധനങ്ങൾ, തകർച്ചകൾ ചോദിച്ചു വാങ്ങരുത്. ഒരു വിടുതലിന് മാനസാന്തരം കിട്ടാൻ വേണ്ടി കടവ് ചെയ്ത് പറഞ്ഞേ. ഹല്ലേലൂയ.